ISL കോപ്പ അമേരിക്ക യൂറോ കപ്പ് ഇതൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു സീരീസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ISL ആണ് തുടങ്ങാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ISLൻ്റെ കാലഘട്ടമാണ്. ചാനലിൽ കുറച്ച് ISL വീഡിയോ ആയിരിക്കും അധികമായിട്ട് വരിക. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് മോഹൻ ബഗാൻ FC, ഈസ്റ്റ് ബംഗാൾ, ഒഡീഷ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഒരുപാട് ടീം, ചെന്നൈയിൻ FC, മുംബൈ സിറ്റി FC എല്ലാവരും തകർത്താടാൻ പോകുന്ന ഒരു ISL സീസണാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു വരാനായിട്ട് ഇരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് ഓരോ താരങ്ങൾ, ഓരോ ക്ലബിൻ്റെയും വിദേശ താരങ്ങളെ പറ്റി പറയാനാണ്. സോ അപ്പോൾ കമൻ്റ് അടിയിൽ വരും, ബ്രോ നിങ്ങൾ വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന്. നമ്മൾ ഇന്ന് പറയുന്നത് ഒരു ടീമിൻ്റെ വിദേശ താരങ്ങളെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ ഒരു സീരീസ് ആയിരിക്കും ഈ ഒരു ആഴ്ച കടന്നു പോകുന്നത്. ഇതിൻ്റെ ശേഷമുള്ള അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഒരു ബെസ്റ്റ് 11 ആയിട്ട് ഇന്ത്യൻ താരങ്ങളെയും വിദേശ താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇതിൻ്റെ തോട്ടിൽ വരുന്ന കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിൻ്റെ വിദേശ താരങ്ങളെ കുറിച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ISLലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടീം ഏതാണെന്ന് ചോദിച്ചാൽ മോഹൻ ബഗാൻ എന്ന് തന്നെ വേണം പറയാൻ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദേശ താരങ്ങൾക്ക് പുറമെ നല്ല രീതിയിലുള്ള ഇന്ത്യൻ താരങ്ങളും കളിക്കളത്തിലുണ്ട്. പ്രത്യേകിച്ച് സഹൽ അബ്ദുസമദിനെ പോലെയുള്ള ഇന്ത്യൻ യുവ താരങ്ങൾ, ഇന്ത്യ ഭരിക്കാൻ പോകുന്ന താരങ്ങളും അവരുടെ പക്കലുണ്ട്. നമ്മൾ കൊളാബ് ചെയ്തിട്ടുള്ള വീഡിയോ വിടുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇവരുടെ വിദേശ താരങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്യുക. അപ്പോൾ എല്ലാ ക്ലബിനെയും കാറ്റിൽ പറത്തിയിട്ട്, അതായത് ISLലെ നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തിയിട്ടാണ് ഇത്തവണ മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ടീം കളിക്കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. 2024-25 ISL സീസണും സ്വന്തം പേരിലാക്കാനുള്ള പുറപ്പാടിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രക്കും ടോപ്പായിട്ടുള്ള ഒരു ടീമിനെ തന്നെ അവർ ടീമിലെത്തിച്ചിട്ടുള്ളത്, താരങ്ങളെ തന്നെയാണ് അവർ ടീമിലെത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ അവരുടെ ആദ്യത്തെ താരത്തിലേക്ക് പോകുമ്പോൾ ടോം അൾഡ്രഡ് എന്ന് പറയുന്ന സെൻറ്റർ ബാക്കിനെ അവർ ടീമിലെത്തിച്ചിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം ഒരു ഇംഗ്ലണ്ട് താരമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് താരമാണ്. രണ്ട് രീതിയിലുള്ള അദ്ദേഹത്തിന് സിറ്റിസൺഷിപ്പ് ഉണ്ട്. 2.8 കോടി എന്ന് പറയുന്ന ആ ഒരു ലെവൽ ലെങ്ത്തിലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ താരത്തെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു നിരയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് കൊതിച്ചിരുന്നൊരു താരമാണ് പല ക്ലബ്ബുകളും. ഇദ്ദേഹം നല്ല രീതിയിൽ കളിക്കുന്നൊരു താരമാണ്. സ്കോട്ട്ലൻഡിൻ്റെ അണ്ടർ 90 ഒക്കെ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഡുറൻഡ് കപ്പിൽ തന്നെ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുള്ള താരമാണ്. ഡുറൻഡ് കപ്പിൽ മോഹൻ ബഗാൻ ആ ഒരു ടീം കളിക്കളത്തിലേക്ക് ഇറക്കി വിട്ടപ്പോൾ അദ്ദേഹം ആ ഒരു കളിക്കളത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. 33 വയസ്സുകാരനായിട്ടുള്ള ഈ ഡിഫൻഡർ മിക്കവാറും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിഫൻഡർ ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർ സെൻറ്റർ ബാക്കിൽ മറ്റൊരു താരത്തെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൽബർട്ടോ റോഡ്രിഗസ് എന്നാണ് താരത്തിൻ്റെ പേര്. അതായത് ഒരു സ്പാനിഷ് കളിക്കാരനാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു 31കാരനായിട്ടുള്ള കളിക്കാരനാണ്. 2.2 കോടി എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ ടീമിലെത്തിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ഒരു സീസണിലേക്ക് കടന്നു വരുമ്പോൾ ഡിഫൻസ് നിര ഭദ്രമാക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള 2 താരങ്ങളിൽ ഒരാളാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്പാനിഷ്, അതായത് സ്പെയിനിൽ ഒരുപാട് ഒരു 5-6 ക്ലബ്ബുകളിലൊക്കെ പന്ത് തട്ടിയിട്ടുള്ള കളിക്കാരനാണ്. അതുപോലെ തന്നെ പോളണ്ടിലും കളിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് ആൽബർട്ടോ റോഡ്രിഗസ് എന്ന് പറയുന്ന ഈ ഒരു താരം. ഇവർക്കൊക്കെ പുറമെ ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് എന്ന് പറയുന്ന നിരകളെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. ദിമിത്രിയോസ് പെട്രാട്ടോസ് എന്ന് പറയുന്ന താരം അവരുടെ പക്കലുണ്ട്. ഓസ്ട്രേലിയൻ താരമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വല്ലാത്ത രീതിയിൽ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. 7.2 കോടി എന്ന നിലയിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ് അദ്ദേഹത്തെ വീണ്ടും നിലനിർത്തിയിട്ടുള്ളത് എന്ന് വേണം നോക്കാൻ. കഴിഞ്ഞ ഏകദേശം 2-3 സീസണായിട്ട് ISLൽ തന്നെ മികവ് തെളിയിക്കുന്നൊരു കളിക്കാരനാണ്. ISLലെ സക്സസ്ഫുൾ കളിക്കാരനാണ്. ISLലെ ടോപ്പ് കളിക്കാരിൽ ഒരാളാണ്. നല്ല കിടുക്കാച്ച രീതിയിൽ ഷോട്ട് എടുക്കാൻ കഴിയുന്ന കളിക്കാരനാണ്. കഴിഞ്ഞ സീസണിലൊക്കെ 10ഓളം ഗോളുകൾ കരസ്ഥമാക്കിയിട്ടുള്ള താരമാണ് പെട്രാട്ടോസ് എന്ന് പറയുന്ന ഈ ഒരു താരം. ഇനി പെട്രാട്ടോസിന് പുറമെ ജേമി മക്ലേറൻ എന്ന് പറയുന്ന മറ്റൊരു സെൻറ്റർ ഫോർവേഡിനെയും അവർ ടീമിലെത്തിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ കളിക്കാരനാണ്. മെൽബൺ സിറ്റിയിലൊക്കെ കളിച്ച് നല്ല രീതിയിൽ പരിചയമുള്ള കളിക്കാരനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 12 കോടി ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ടാണ് ഈ മോഹൻ ബഗാൻ ഈ ഒരു താരത്തെ ടീമിലെത്തിച്ചിട്ടുള്ളത്. ഇവിടെ ചിലരുടെ സൈനിങ് ഒക്കെ കാണുമ്പോൾ ചിരി വരികയാണ്. ബാക്കിയുള്ളവർ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ മെൽബൺ സിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ അദ്ദേഹം നല്ല രീതിയിലൊരു സീനിയർ കരിയർ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ടോപ്പ് സ്കോറർ ആയിരുന്നു. ഇതിനൊക്കെ പുറമെ തന്നെ ഓസ്ട്രേലിയൻ ടീമിലും പന്ത് തട്ടിയിട്ടുള്ള ഒരു കളിക്കാരനാണ് എന്ന് വേണം നമ്മൾ കണക്ക് കൂട്ടിയെടുക്കാനായിട്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം
അവിടെ നിലനിൽക്കുന്നത് ജെയ്സൺ കമ്മിങ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു കാലത്ത് കളിച്ചിരുന്ന 2 താരങ്ങളാണ്. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഘട്ടത്തിലൊക്കെ താരങ്ങൾ പന്ത് തട്ടിയിട്ടുണ്ട്. ജെയ്സൺ കമ്മിങ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫർ ആയിരുന്നു. അതുപോലെ തന്നെ ഈ സീസണിലും അവർ നിലനിർത്തിയിട്ടുണ്ട്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ഈ ഒരു താരനിര അദ്ദേഹത്തെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് വേണം സംസാരിക്കാൻ. ഇവരുടെ ഈ ഒരു ടീം മാനേജ്മെൻറ്റിൻ്റെ മെൻറ്റാലിറ്റിയാണ് ISLലെ ഓരോ ക്ലബിനും വേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നുന്നു ചിലപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലീഗായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെന്ന്. എങ്ങനെ വന്നാലും സീസൺ കണ്ട് തന്നെ അറിയേണ്ടി വരും. കാരണം അത്രക്കും മികച്ച താരങ്ങളുമായിട്ടാണ് ചില ക്ലബ്ബുകളൊക്കെ കളിക്കളത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ മോഹൻ ബഗാൻ ഡെർബിയെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റ് ബംഗാൾ ആയാലും ഇപ്പോൾ എന്താ പറയുക ഈ മോഹൻ ബഗാൻ ആയാലും നല്ല രീതിക്കുള്ള താരങ്ങളെ കൊണ്ടുവന്നതുകൊണ്ട് കുറച്ചുകൂടെ കാണാൻ ഭംഗി ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇനി ഇവർക്കൊക്കെ പുറമെ സെൻട്രൽ ഫോർവേഡായിട്ട് മറ്റൊരു താരത്തിനെ കൂടെ സൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗ്രേഗ് സ്റ്റുവേർട്ട്. 1.6 കോടി രൂപക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് എന്ന് പറയുന്ന ക്ലബ്ബ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്ന രീതിയിലാണ്. മുംബൈ സിറ്റി FCയിലും ജംഷഡ്പൂർ FCയിലും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ കണ്ടെത്തിയിട്ടുള്ള ഒരു കളിക്കാരനായിരുന്നു. ഇന്ത്യയിലൊരു കരിയർ കണ്ടെത്തിയിട്ടുള്ള ഒരു കളിക്കാരനാണ് നമ്മുടെ ഗ്രേഗ് സ്റ്റുവേർട്ട് എന്ന് പറയുന്ന ഈ ഒരു താരം. അതുപോലെ തന്നെ ബാക്കിയുള്ള താരങ്ങളെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ കരിയർ ബിൽഡ് ചെയ്തിട്ടുള്ള കളിക്കാരാണ് മോഹൻ ബഗാനിൽ. ഇവർക്ക് ഭ്രാന്താട എന്ന് പറയുന്ന രീതിയിലാണ് അവർ എന്താ പറയുക സൈനിങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ തന്നെ ISL ട്രോഫിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വക്കലുള്ള കണക്കൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ടീമിൻ്റെ നേട്ടങ്ങളും ആ ടീമിൻ്റെ പടയോട്ടങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ ഇരട്ടിയാക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ. സോ എന്താണ് മോഹൻ ബഗാൻ SCയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. നമ്മൾ വിടുന്ന ഓരോ വീഡിയോകളും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.